പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 30 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഒന്ന് ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത്. ആവശ്യങ്ങളെ കൂട്ടായിട്ടിരുന്നു, അനർത്ഥങ്ങളെ ഒഴിവാക്കി തന്നു. ആമേൻ. ഏറ്റവും സമീപസ്ഥനായി നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ നടത്തിയ കർത്താവിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചില്ലേ? കർത്താവിൻ്റെ കൃപയല്ലേ സ്വസ്ഥമായി ഉറങ്ങാൻ സഹായിച്ചത്. ആ വൻ കൃപയ്ക്കായിട്ട് കരമുയർത്തിയിട്ട് കർത്താവിനോട് പറയാം, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാൻ കർത്താവ് സഹായിച്ചില്ലേ? അതും ദൈവകൃപ അല്ലേ? കർത്താവിൻ്റെ കൃപയല്ലേ നമ്മൾ ഉണർന്നത്? അതിന് കർത്താവിനോട് പറയാം, കർത്താവെ നന്ദി. രാവിലെ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന് സ്തോത്രം. ആരോഗ്യത്തോടെ നടത്തുന്ന കർത്താവിന് സ്തോത്രം. സകല ആവശ്യങ്ങളിലും കൂട്ടായിട്ടിരുന്ന് ഞങ്ങളെ അത്ഭുതമാക്കി നടത്തുന്ന കർത്താവിന് സ്തോത്രം. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട്, കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട് താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒന്നുകൂടെ പറയാം, യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പകൽക്കാലം കർത്താവ് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ആരുടെയും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്തതുപോലുള്ള ചില അത്ഭുതങ്ങൾ ഇന്നത്തെ പകൽക്കാലം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. താങ്ക് യു ലോർഡ്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നപ്പാ, അങ്ങേ സ്തുതിക്കുന്നപ്പാ, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം, കരുണയ്ക്കായിട്ട് സ്തോത്രം. ആമേൻ. 34 സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, കർത്താവിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അതെ, ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിനെ സ്തുതിക്കും. കർത്താവിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും കർത്താവ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പല സമയങ്ങളിലായി ഇന്ന് ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെ മേൽ അങ്ങയുടെ പ്രത്യേക കൃപ വ്യാപരിക്കട്ടെ. കർത്താവ്, ഒരു സ്പെഷ്യൽ ഫേവറിൻ്റെ മാൻഡിൽ, ഒരു ഫേവറിൻ്റെ പുതപ്പ് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മേൽ വീഴട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു പ്രത്യേക ഫേവറിൻ്റെ മാൻഡിൽ ഇവരുടെ ജീവിതത്തിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പകർന്നു കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഒരു സ്പെഷ്യൽ ഫേവറിൻ്റെ മാൻഡിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ പകർന്നിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് എഴുന്നേറ്റ് ഈ ജനത്തോട് കരുണ കാണിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഇവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലേക്ക് അങ്ങയുടെ കാലെടുത്ത് വെക്കുന്നതിനായിട്ട് സ്തോത്രം. ആ വെള്ളത്തിന്മേൽ കാലെടുത്ത് വെച്ച് അവർ കടന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വന്നതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് അങ്ങ് കാലെടുത്ത് വെച്ച് അങ്ങ് നടന്നു വന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഇവർ നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രശ്നങ്ങളുടെയും മുമ്പിൽ യഹോശഫാത്തിന് വേണ്ടി ഇറങ്ങി വന്നതുപോലെ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഹല്ലേലൂയ അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇവർക്കെതിരായി എഴുന്നേറ്റിരിക്കുന്ന എല്ലാ ശബ്ദങ്ങളും, ഇവർക്കെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ തരത്തിലുള്ള ശക്തികളും ഇന്നു പകൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ നിർജീവമായി പോകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ആമേൻ നടക്കണം. ഇവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ കണ്ണുനീരുകൾക്ക് യേശുവിൻ്റെ നാമത്തിൽ പുതിയ അനുഭവങ്ങൾ കൊടുക്കുകയും സാക്ഷ്യങ്ങളായി മാറുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഇന്ന് പകൽ അങ്ങയുടെ കരം നീട്ടി ഇവരുടെ സകല ആവശ്യങ്ങളിലും പ്രവർത്തിക്കണം. രോഗികൾ സൗഖ്യമാകട്ടെ. പൈശാചിക ബന്ധനത്തിൽ കഴിയുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് പുറത്തു വരട്ടെ. എല്ലാ അഫ്ലിക്ഷൻ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. എല്ലാ അഡിക്ഷനുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക കൃപ തന്നെ മക്കളുടെ മേൽ ആ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഭവനത്തിനകത്ത് ഭയങ്കര സന്തോഷമുണ്ടാകട്ടെ. ഭവനത്തിനകത്ത് ഭയങ്കര യൂണിറ്റി ഉണ്ടാകട്ടെ. സ്വസ്ഥതയുണ്ടാകട്ടെ. കർത്താവ് അത്ഭുതങ്ങളിലൂടെ നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു.
അതുപോലെ ജോലിയില്ലാത്തവരെ അനുഗ്രഹിക്കുന്ന കർത്താവ് വഴി തുറന്നു കൊടുക്കണം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ കർത്താവ് വിടുവിക്കണം. കർത്താവെ അവരെ സൂക്ഷിക്കണം. അവർക്ക് അത്ഭുതകരമായി മുന്നേറുവാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവ് നാളത്തെ സഭായോഗം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. ശനിയാഴ്ച മുതൽ തുടങ്ങുന്ന സ്പെഷ്യൽ മീറ്റിംഗ് ഏറ്റവും ബ്ലെസ്ഡായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഇരുന്ന് കർത്താവ് നിങ്ങളെ നടത്തട്ടെ. പ്രത്യേകിച്ച് നാളെ സഭായോഗമാണ്. ശനിയാഴ്ച മുതൽ 5 ദിവസം നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. പ്രാർത്ഥിക്കണം. അതിലെല്ലാവരും പങ്കെടുക്കണം. ഉപവാസത്തോടും പ്രാർത്ഥനയോടും പങ്കെടുക്കാൻ കഴിയുന്ന എല്ലാവരും തന്നെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ അതിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. വലിയ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക് ഇന്ന് എഫേസ്യ ലേഖനത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ പറഞ്ഞു, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. അത് കഴിഞ്ഞ് പറഞ്ഞു, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്കുചിതം. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നുമരുത്. സ്തോത്രമത്രേ വേണ്ടത്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഓർപ്പിക്കുക. ഒന്ന്, നമ്മളോട് പറയുന്നു, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു. ആമേൻ. അതുകൊണ്ട് കർത്താവിൻ്റെ ഹൃദയം നമ്മളിലൂടെ പുറത്തു വരണമെന്നാണ് പറയുന്നത്. അതാണ് നിങ്ങൾ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കാൻ പറയുന്നത്. കർത്താവിൻ്റെ ഹൃദയം ആമേൻ നമ്മളിലൂടെ. ആമേൻ. ഒരു കുഞ്ഞുങ്ങൾ അവരുടെ പിതാവിനെ എങ്ങനെ അനുകരിക്കുന്നു. കുഞ്ഞുങ്ങൾ ഒരു പൊട്ട കാര്യങ്ങളെല്ലാം നമുക്ക് കാണുമ്പോൾ അറിയാം. കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു അതാണ് അവർ അനുകരിക്കുന്നത്. അത് അവരെ പ്രത്യേകിച്ച് അനുകരിക്കാൻ പറയേണ്ട ആവശ്യമില്ല. അത് നാച്ചുറലി അവരെന്ത് ചെയ്യും. ആമേൻ. മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതലും അവർ പ്രായമാകുമ്പോൾ ചെയ്യുന്നത്. ക്യാരക്ടർ, റിയാക്ഷൻസ്, മാതാപിതാക്കൾ പറയുന്ന വാക്കുകൾ, അവരുടെ ലൈഫ് സ്റ്റൈലുകൾ, ആമേൻ, ഇതെല്ലാം ആരുടെ ആയിരിക്കും? മാതാപിതാക്കളുടെ ആയിരിക്കും. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, നമ്മളും പ്രിയപ്പെട്ട മക്കളാകുന്നു. അതുകൊണ്ട് നമ്മുടെ പിതാവിനെ നമ്മൾ അനുകരിക്കണം. പിതാവിൻ്റെ സ്വഭാവം നമ്മൾ അനുകരിക്കണം. പിതാവിൻ്റെ പ്രവൃത്തികളെ നമ്മൾ അനുകരിക്കണം. പിതാവിൻ്റെ രീതികളെ നമ്മൾ അനുകരിക്കണം. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. എന്നിട്ട് 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, സ്നേഹത്തിൽ വേണം നടക്കാൻ, ജഡത്തിലല്ല നടക്കേണ്ടത്. ആമേൻ. എങ്ങനെ നടക്കണം? സ്നേഹത്തിൽ നടക്കണം. ആ വാക്യം ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാൻ. 2-ാമത്തെ വാക്യം, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച്. അപ്പം യേശു ക്രിസ്തു തൻ്റെ ജീവൻ തന്ന് നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് എന്തായി മാറി? സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ സ്നേഹത്തിൽ നടക്കുന്നവരായിരിക്കണം. പറഞ്ഞാണ്ട് സ്നേഹത്തിൽ നടക്കണം. അപ്പം ജഡീകമായ സ്നേഹമല്ല, എന്തെങ്കിലും അവരെ കൊണ്ട് എനിക്ക് പ്രയോജനമുള്ളത് കൊണ്ട് അവരെ സ്നേഹിക്കാം, അല്ലെങ്കിൽ അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള സ്നേഹം, അതല്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവിക സ്നേഹം നമ്മളിലൂടെ വ്യാപരിക്കണം. നമ്മൾ കോപത്തിലല്ല ആമേൻ ജീവിക്കേണ്ടത്. പ്രഷർ, അയ്യോ ഇനി എന്നാ ചെയ്യും, ഒരു ഇൻറ്റേർണൽ പ്രഷറുണ്ടല്ലോ, ആ ഒരു പ്രഷറിലല്ല ജീവിക്കേണ്ടത്. കമ്പാരിസണിലല്ല ജീവിക്കേണ്ടത്. കോമ്പറ്റീഷനിലല്ല ജീവിക്കേണ്ടത്. പക്ഷേ ആമേൻ നമ്മൾ എന്താണ് പിന്നെ നമ്മൾ ക്ലെയിം ചെയ്യേണ്ടത്? നമ്മൾ മറ്റുള്ളവരോട് സ്നേഹം, അതായത് ദൈവസ്നേഹം നമ്മളിലൂടെ മാനിഫെസ്റ്റ് ചെയ്യണമെന്നാണ് ആമേൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അതാണ് ദൈവത്തെ നമുക്ക് അറിയാവുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫ് എന്ന് പറയുന്നത്. ആമേൻ. ലവ് ഈസ് ദ ഹൈയസ്റ്റ് പ്രൂഫ്. അതായത് നമുക്ക് ദൈവത്തെ സ്നേഹമുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും, ദൈവത്തെ അറിയാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കും, ദൈവത്തെ സ്നേഹിക്കും. നമ്മൾ സ്നേഹം നിർവ്യാജമായിരിക്കണം, സ്നേഹം നിഷ്കളങ്കമായിരിക്കണം. ഇങ്ങോട്ടെന്തെങ്കിലും ലഭിക്കുമെന്നുള്ള സ്നേഹമല്ല, അഗാപ്പെ ലവാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കേണ്ടത്. 3-ാമത്തെ കാര്യം നമ്മളോട് പറയുന്നു, നമ്മുടെ വാക്കുകളും നമ്മുടെ ഹൃദയവും വിശുദ്ധമായിരിക്കണം. അതായത് ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അപ്പം എന്തൊന്നും പാടില്ല. നമ്മുടെ ഹൃദയത്തിൽ ദുർനടപ്പ്, അശുദ്ധമായത്, അത്യാഗ്രഹം, ഒന്നിനെക്കുറിച്ചും അതിയായ ആഗ്രഹം,
സമ്പത്തുണ്ടാക്കണം, അല്ലെങ്കിൽ പൊസിഷനുകൾ നേടണം, ഇങ്ങനെയുള്ള അത്യാഗ്രഹങ്ങൾ നമുക്കുണ്ടാകാൻ പാടില്ല. അശുദ്ധമായതൊന്നും നമ്മുടെ ഇടയിൽ പേർ പറയാൻ പാടില്ല. പിന്നെ ദുർനടപ്പ്, തെറ്റായ രീതിയിലുള്ള ജീവിതശൈലി നമുക്കുണ്ടാകാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ആകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചെല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്, സ്തോത്രമത്രേ വേണ്ടത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഡേർട്ടി ജോക്സ് ഉണ്ടല്ലോ. നമ്മൾ കുറച്ച് പേര് കൂടിയിരിക്കുമ്പോൾ തമാശകൾ പറയും. അത് ചിലപ്പം ഡേർട്ടിയായ, ചീത്തയായ തമാശകൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകല്ലേ. പിന്നെ ഫൂളിഷ് ടോക്ക്, നമ്മുടെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഫൂളിഷായ കാര്യങ്ങൾ നമ്മൾ പറയുന്ന സ്വഭാവം അത് പാടില്ല. ഹൃദയത്തെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല. നെഗറ്റീവായ കാര്യങ്ങൾ പറയാൻ പാടില്ല. കാരണം എന്നാണെന്നറിയാമോ? നമ്മുടെ വാക്കുകൾ സാഹചര്യങ്ങളെ മാറ്റും, അറ്റ്മോസ്ഫിയറുകളെ ചേഞ്ച് ചെയ്യും, ജീവിതത്തെ മാറ്റുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് എപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കണം. ജീവൻ പകരുന്ന വാക്കുകളായിരിക്കണം നമ്മൾ പറയുന്നത്. നമ്മൾ വിശുദ്ധമായ വാക്കുകളായിരിക്കണം നമ്മൾ പറയുന്നത്. വിശ്വാസത്തിൻ്റെ വാക്കുകളായിരിക്കണം നമ്മൾ പറയുന്നത്. കാരണം നമ്മുടെ വാക്കുകൾ നമ്മുടെ ആത്മീക പക്വതയെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് പരിശുദ്ധന്മാർ പറയുക, കംപ്ലൈൻറ്റിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് നന്ദി പറയണം. ഭയത്തിന് പകരം എന്ത് ചെയ്യണം? കർത്താവിന് നന്ദി പറയണം. നെഗറ്റീവ് പറയുന്നതിന് പകരം എന്ത് ചെയ്യണം? കർത്താവിന് നന്ദി പറയണം. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴും നമ്മളിങ്ങനെ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഒത്തിരി മാറ്റമുണ്ടാകും. നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിനെ സെൻസ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പറഞ്ഞാട്ടെ, കർത്താവേ എന്നെ സഹായിക്കണമേ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ സ്നേഹത്തിൽ നടക്കുവാൻ എന്നെ സഹായിക്കണം. കരമുയർത്തി പറ, കർത്താവേ എന്നെ സ്നേഹത്തിൽ നടക്കുവാൻ സഹായിക്കണം. എൻ്റെ വാക്കുകളും എൻ്റെ ചിന്തകളും എൻ്റെ ആക്ഷനുകളും അങ്ങേ റിഫ്ലക്റ്റ് ചെയ്യുന്നതായി മാറട്ടെ. എൻ്റെ വാക്കുകൾ വിശുദ്ധമായി തീരട്ടെ. ജീവൻ കൊടുക്കുന്ന വാക്കുകളായി മാറട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും, ഈ സന്ദേശം കേട്ട ഓരോരുത്തരും കർത്താവേ സ്നേഹത്തിൽ നടക്കുവാനും ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അങ്ങേക്ക് പ്രസാദകരമായി തീരുവാനും ഇടവരണം. ഞങ്ങൾ കാരണമോ ഞങ്ങളുടെ വാക്കുകൾ മുഖാന്തരമോ ഒരിക്കലും അങ്ങയുടെ നാമം ദുഷിക്കപ്പെടുവാൻ പാടില്ല. വിശുദ്ധിയുള്ള വാക്കുകൾ പറയുവാൻ, കർത്താവിനെ സ്നേഹിക്കുന്നവരായി തീരുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി തീരുവാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കഴിയുമെങ്കിൽ ആ എഫേസ്യ ലേഖനം 5-ാം അധ്യായം താഴോട്ട് നിങ്ങൾ വായിച്ചാട്ട് കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.